മൈസൂരാണ് പഠിച്ചത്. അപ്പോൾ ഇപ്പോൾ ഈ വർഷം ഇറങ്ങിയുള്ളൂ. അപ്പം ഞാൻ ഒട്ടും താല്പര്യമില്ലാണ്ടാണ് BSc നഴ്സിംഗ് പഠിക്കാൻ പോയത്. BSc നഴ്സിംഗ് അപ്പോൾ അതിൻ്റേതായ കുറേ പ്രശ്നങ്ങൾ ഫസ്റ്റ് ഇയർ ചെന്നപ്പോൾ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും എൻ്റെ റൂംമേറ്റ്സിൻ്റെയും ഹോസ്റ്റലിൽ കുറച്ച് ഇഷ്യൂസ് കാരണം ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ച് ഞാൻ ഒരു മാസം തന്നെ 3-4 തവണ വീട്ടിലേക്ക് വരും. പിന്നെ ഞാൻ വന്നില്ലെങ്കിൽ പപ്പ അവിടെ വന്ന് റൂം എടുത്ത് താമസിക്കുകയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ തീരുമാനിച്ച് പപ്പ അവിടെ റൂം എടുത്ത് താമസിക്കാൻ നേരത്ത് പിറ്റേന്ന് ഡ്രോപ്പ് ഔട്ട് ചെയ്യാൻ കോളേജിൽ പോകാൻ തീരുമാനിച്ച്. അപ്പോൾ എൻ്റെ അമ്മയുടെ അനിയത്തി, എൻ്റെ ആൻറ്റി എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു, നീ ഓൺലൈനിലായിട്ടൊന്ന് ഉടമ്പടി എടുത്ത് നോക്ക് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷേ എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു കൃപാസനത്തിൽ. അപ്പോൾ ആൻറ്റി എനിക്കിങ്ങനെ വോയിസ് മെസ്സേജ് അയച്ചു. അപ്പോൾ ഞാൻ അയച്ചല്ലേന്നോർത്ത് അവിടെ തന്നെ ഇരുന്ന് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. അപ്പോൾ എനിക്കറിയാം ഞാൻ ലോൺ എടുത്താണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ പപ്പയ്ക്ക് ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എങ്ങനെയും കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. എനിക്കിനിയും പപ്പേനെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ വയ്യാന്നൊക്കെ എനിക്കറിയാം, പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്നേ ഇല്ല. ഞാൻ എപ്പോഴൊക്കെ തിരിച്ച് പോവാം കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഭയമായിരിക്കും വരുന്നത്. അങ്ങനെ ഉടമ്പടി എടുത്ത് പിറ്റേന്ന് കോളേജിൽ ചെന്ന് ഞാൻ ഫസ്റ്റ് ഇയർ ഫുൾ പാസ്സായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു, ഡ്രോപ്പ് ഔട്ട് ചെയ്യണ്ട, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പക്ഷെ പപ്പ സമ്മതിക്കില്ല. പപ്പ പറഞ്ഞു, ഇവിടെ നിർത്താൻ പേടിയാണ്, ഇവിടെ നിർത്തി എൻ്റെ മോൾ എനിക്ക് നഷ്ടപ്പെടും, അതുകൊണ്ട് എനിക്ക് ഇവിടെ നിർത്താൻ താല്പര്യമില്ല പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ എനിക്കൊരു കാശ് രൂപം തന്നായിരുന്നു. കൃപാസന മാതാവിൻ്റെ ഒരു കാശ് രൂപം, അത് മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ കയ്യിൽ മുറുകെ പിടിച്ചു. പപ്പ എന്നോട് ചോദിച്ചു, പോകുമല്ലേ, ഇവിടെ നിൽക്കണ്ടല്ലോ. അപ്പം ഞാൻ രണ്ടും കൽപ്പിച്ച്, എനിക്കറിയാം എനിക്കിവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. രണ്ടും കൽപ്പിച്ച് ഞാൻ പറഞ്ഞു, ഇല്ല ഞാനിവിടെ കണ്ടിന്യൂ ചെയ്തോളാം, ഞാൻ പഠിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പപ്പ എന്നെ ഹോസ്റ്റലിലാക്കി പോയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നേ ഇല്ലായിരുന്നു. ഫുഡും കഴിക്കില്ല, ഉറങ്ങുമില്ല, എന്നെക്കൊണ്ട് തീരെ പറ്റത്തില്ലായിരുന്നു അവിടെ നിൽക്കാൻ. അങ്ങനെ അവിടെ നിന്നു. അത് എക്സാമിൻ്റെ സമയമായിരുന്നു, സെക്കൻഡ് ഇയർ. പഠിക്കാനും പറ്റുന്നില്ല. ഞാൻ ബുക്ക് തുറക്കുമ്പോഴൊക്കെ എൻ്റെ ഫ്രണ്ട്സ് എന്നെ കളിയാക്കും, ഡിസ്റ്റൻഷന് വേണ്ടി പഠിക്കുകയാണ്, അവൾ പഠിച്ച് മറിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. 3 മണി വരെ ഇരുന്നാൽ എന്നെ കൊണ്ടൊന്നും പഠിക്കാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ ആൻറ്റി എനിക്ക് എന്നും അച്ഛൻ്റെ ടോക്ക് അയച്ചു തരും. അപ്പം ഞാൻ ഹെഡ്സെറ്റിൽ അത് കുത്തിയിട്ട് ഇത് പഠിക്കുമ്പോൾ അത് ഓണാക്കി വെച്ചിട്ടിരുന്ന് പഠിക്കുമായിരുന്നു. അങ്ങനെ എക്സാമായി എനിക്ക് ഒരു വർഷം തുടങ്ങുമ്പോഴേ എനിക്ക് പേടിയാണ്. എക്സാമിൻ്റെ ആരോട് എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. പിന്നെ എക്സാം ആയി കഴിഞ്ഞപ്പം ഞാൻ എക്സാം ഹാളിലോട്ട് കയറുമ്പോൾ എൻ്റെ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുക, പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, അത് ഫെയിലാവും എന്ന് പറയുകയാണ്. എക്സാം ഹാളിൽ കയറിയിരുന്ന് ആകെ 2 മണിക്കൂറാണ് എക്സാം ഉള്ളത്. എന്നെക്കൊണ്ട് ഈ 4 വർഷത്തിൻ്റെ ഇടയ്ക്കും എന്നെക്കൊണ്ട് 2 മണിക്കൂറിൽ ആ ആൻസേഴ്സ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ ഇന്നേ വരെ പറ്റിയിട്ടില്ല. ഞാൻ അതെൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ ആ ക്വസ്റ്റ്യൻ എഴുതിയില്ല പറയുമ്പോൾ അവരൊക്കെ പറയും, നീ കള്ളം പറയണമല്ലേ, നീ പാസ്സാവുകയും ചെയ്യും, നീ കള്ളം പറയണമെന്ന്. ഞാൻ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് കൊണ്ടായിരിക്കും എക്സാമിന് കയറുന്നത്. മമ്മി എന്ന് രാവിലെ വിളിച്ച് പറയും, പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി, പാസ്സാവും, കൊച്ചു പാസ്സാവുമെന്ന്. പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് ആരോ പറയുന്നുണ്ട്, നീ ഫെയിലാവും, നീ ജയിക്കത്തില്ല. കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് കൊണ്ടാണ് ഞാൻ എക്സാമിന് കയറിയത്. ഈ 4 വർഷവും ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ഞാൻ ആകെ പ്രാർത്ഥിച്ച് എനിക്ക് പാസ്സായാൽ മാത്രം മതി. ഇനി എൻ്റെ പപ്പക്കാരെയാണ് എനിക്ക് കാണാൻ വയ്യ, എനിക്ക് എങ്ങനെയും ഇത് കണ്ടിന്യൂ ചെയ്തെങ്കിൽ ഇത് പഠിച്ചിറങ്ങണം, ഇനി എനിക്ക് പപ്പേനെ വിഷമിപ്പിക്കാൻ വയ്യ എന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ഈ 4 വർഷവും ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തന്നെ പാസ്സായി. അതുപോലെ ഉടമ്പടി എടുത്ത് 5:30 എണീറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറയും, അവൾ കൂടോത്രം ചെയ്യാൻ എണീക്കുകയാണ്, ഇവൾ 5:30 ഇരുന്നിരുന്ന് പ്രാർത്ഥിക്കണേ എന്തിനാ, ആരല്ല 5:30 എന്ന്. അപ്പം എൻ്റെ അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും, നീ അവരോട് ദേഷ്യമൊന്നും കാണിക്കണ്ട, നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. ഞാൻ അങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ ഇട്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. അവർ 6 പേരും ഓൺലൈനിലായിട്ട് ഉടമ്പടി എടുക്കുകയും ചെയ്തു, ഇവിടെ വരികയും ചെയ്തു. രണ്ടാമത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ, എനിക്ക് 10 വർഷമായിട്ട് മൈഗ്രെയിൻ ഉള്ളതാണ്. മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എനിക്ക് വെയിൽ കൊള്ളാനും പാടില്ല, എനിക്ക് ട്രാവൽ ചെയ്യാൻ പാടില്ല, വെയിൽ കൊള്ളാൻ പാടില്ല, ഒത്തിരി സൗണ്ട് കേൾക്കാൻ പാടില്ല, ഭയങ്കര പ്രശ്നമാണ്. തല ഇറങ്ങും, വൊമിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഹോസ്റ്റലിലിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തലവേദനയാണ്. എന്തെങ്കിലും ഒന്ന് രാവിലെ കോളേജിൽ പോയി കോളേജ് ചെല്ലുമ്പോൾ തന്നെ എനിക്ക് തലവേദനയായിരിക്കും. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എപ്പോഴും കളിയാക്കും, ഇവൾക്ക് എപ്പോഴും അസുഖമാണ്, ഇവള് ഉഡായിപ്പ് കാണിക്കണതാണ്, ഇവൾക്ക് തലകർക്കൊന്നുമില്ല എന്നൊക്കെ പറയുമായിരുന്നു. അപ്പം എൻ്റെ അമ്മ എപ്പോഴും എന്നോട് പറയും, നീ തൈലം പുരട്ടിയിട്ട് വിശ്വാസ പ്രമാണം ചെയ്യല്. പക്ഷെ ഞാൻ ഇന്നേ വരെ ഞാൻ അത് ചെയ്തിട്ടേ ഇല്ല. ഞാൻ തൈലം പുരട്ടുകയോ എനിക്ക് തലവേദന മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ 4th ഇയറിൻ്റെ എക്സാമിൻ്റെ സമയത്ത് എന്നെ കൊണ്ട് പഠിക്കാനേ പറ്റുന്നില്ല. ബുക്ക് തുറക്കുമ്പോൾ തന്നെ കണ്ണീന്ന് വെള്ളം വരിക. എന്നെക്കൊണ്ട് വായിക്കാനും പഠിക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നില്ല.
അപ്പം ഞാൻ തൈലായിരിക്കണം. ഞാൻ ഒരു ദിവസമൊക്കെ 2 പെയിൻ കില്ലർ കഴിക്കാണ്ട് എനിക്ക് എന്നെ കൊണ്ട് ഉറങ്ങാൻ പറ്റത്തേ ഇല്ല. ഞാൻ 2 പെയിൻ കില്ലർ കഴിച്ചിട്ടായിരിക്കും ഉറങ്ങുന്നത്. എന്നിട്ട് ഞാൻ തൈലം എടുത്ത് പരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ജസ്റ്റ് ഒന്ന് കിടന്നു. പിന്നെ എനിക്ക് ഇപ്പോൾ 4 മാസമായി, ഇന്നേ വരെ എനിക്ക് തലവേദന ഉണ്ടായിട്ടുമില്ല. ഞാൻ പഴയ പോലെ വെയിലത്ത് ഇറങ്ങുന്നുണ്ട്. എനിക്ക് അതുപോലെ ഹെഡ്സെറ്റ് ഒന്നും 2 മിനിറ്റ് ഒരു 10 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഫോണിൽ നോക്കിയാൽ തന്നെ പിന്നെ തലവേദനയായിരിക്കും. ഇപ്പോൾ എനിക്ക് ഒരു പ്രശ്നമില്ല. അപ്പം 4 മാസമായി. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ കസിൻ ഇവിടെ BCA പഠിച്ചതാണ്. അവൻ ഇവിടെ BCA പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് UK പഠിക്കാൻ പോയി. അവൻ പഠിക്കാൻ പോയി ചെന്ന് കഴിഞ്ഞപ്പം അവിടെ ഒരു പാർട്ട് ടൈം വർക്ക് ഇല്ലാണ്ട് നമുക്കവിടെ പിടിച്ചേക്കാൻ പറ്റില്ല. അപ്പോൾ അവൻ അവിടെ ചെന്ന് മാസങ്ങളായിട്ട് അവനൊരു ജോബ് ശരിയാവുന്നില്ല. അപ്പോൾ അവൻ എന്നും എനിക്ക് വോയിസ് അയക്കും, എടി എനിക്ക് കഷ്ടപ്പാടാണ്, എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ വോയിസ് അയക്കും. ഇപ്പം ഇങ്ങോട്ട് 1 വർഷമായിട്ട് അവന് വരാനും പറ്റുന്നില്ലായിരുന്നു, പൈസയില്ല. അപ്പോൾ ഇവിടുന്ന് ആൻറ്റി കടം മേടിച്ച് അവന് പൈസ അയച്ചു കൊടുക്കും.